അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും നമ്മളാൽ കഴിയുന്ന രീതിയിൽ ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്നവരാണ്. നിസ്കരിക്കുന്നു, സുന്നത്ത് നിസ്കരിക്കുന്നു, ഖുർആൻ ഓതുന്നു, ദിക്റുകൾ ചൊല്ലുന്നു, സ്വലാത്തുകൾ ചൊല്ലുന്നു. അങ്ങനെ പല രീതിയിലുള്ള ഇബാദത്തുകളൊക്കെയും നമ്മളാൽ കഴിയുന്ന രീതിയിലൊക്കെ നാം ചെയ്യുന്നവരാണ്. പക്ഷേ ഇത്രയൊക്കെ നാം ചെയ്തിട്ട് പോലും നമ്മളെ മനസ്സിൻ അതിൻ്റെ ഒരു ലസ്സത്ത്, അതിൻ്റെ ഒരു രസം നമ്മളെ കൽബിലേക്ക് പലപ്പോഴും വരുന്നില്ല. പലപ്പോഴും നാം ചിന്തിക്കുന്നു, ഇത്രയെല്ലാം ഞാൻ നിസ്കരിച്ചിട്ടും ഇത്രയെല്ലാം ഞാൻ നല്ല നല്ല ഇബാദത്തുകൾ എടുത്തിട്ടും എന്തുകൊണ്ട് എൻ്റെ കൽബിലേക്ക് ഇതിൻ്റെ ഒരു രസം, ഇതിൻ്റെ ഒരു ആ ലസ്സത്ത് എനിക്ക് കിട്ടാതെയാകുന്നു? ആഖിറത്തിൻ്റെ ചിന്ത വേണ്ടത്ര നമ്മളെ കൽബിലേക്ക് വരുന്നില്ല. ആഖിറമാണ് വലുത്, ആഖിറത്തിലേക്കാണ് ഞാൻ ജീവിക്കേണ്ടത് എന്ന ചിന്ത പലപ്പോഴും നമ്മളെ കൽബിലേക്ക് വേണ്ടത്ര വരുന്നില്ല. എന്തുകൊണ്ട്? അതിന് ഉത്തരമായി ബഹുമാനപ്പെട്ട ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കാണാം. ലാ യജിദു ഹലാവത്തൽ ആഖിറ റജുലൻ, ഒരു മനുഷ്യൻ ഒരിക്കലും പോലും ആഖിറത്തിൻ്റെ ലസ്സത്ത്, ആഖിറത്തിൻ്റെ ആ ആസ്വാദനം അവന് കിട്ടില്ല. എപ്പോൾ? യുഹിബ്ബു അൻ യഅരിഫഹുന്നാസ്, ജനങ്ങൾ അവനെ അറിയണമെന്ന് അവൻ ഇഷ്ടപ്പെടുന്നതുവരെ അവൻ്റെ കൽബിലേക്ക് ആഖിറമായിട്ടുള്ള ഒരു കലക്ഷനും ഉണ്ടാവുകയില്ല എന്ന് ബഹുമാനപ്പെട്ടവർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ ഗൗരവമേറിയ ചിന്തനീയമായ ഒരു ഉപദേശമാണ് ബഹുമാനപ്പെട്ടവർ നമ്മെ നൽകിയിട്ടുള്ളത്. ശരി തന്നെയാണ്, പലപ്പോഴും നാം ചിന്തിക്കുന്ന ഒരു മോശപ്പെട്ട ഒരു ചിന്ത അത് തന്നെയാണ്. അതായത് രണ്ടാൾക്കാർ എന്നെ അറിയണം, എന്നെ മനസ്സിലാക്കണം, എന്നെ പരിഗണിക്കണം, എന്നെ ബഹുമാനിക്കണം, ഞാനൊരു നല്ലവനാണെന്ന് രണ്ടാൾക്കാർ പറയണം, അതിനുവേണ്ടി ഞാൻ എന്തു ചെയ്യാനും തയ്യാറാണ് എന്ന രീതിയിലാണ് പലപ്പോഴും നാം ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഇബാദത്തിന് വലിയൊരു ഫവറൊന്നും കൂടുന്നില്ല, ഉണ്ടാകുന്നില്ല. അതേ ചെയ്യുന്ന ഇബാദത്ത് റബ്ബിന് വേണ്ടിയാണെങ്കിലും, ചെയ്യുന്ന ഖുർആൻ അല്ലാഹുവിന് വേണ്ടിയാണെങ്കിലും അത് രണ്ടാൾക്കാർ അറിഞ്ഞിരുന്നെങ്കിൽ എത്രമാത്രം നന്നായിരുന്നു എന്ന് നാം പലപ്പോഴും കൊതിച്ചു പോവുകയാണ്. പലപ്പോഴും അങ്ങനെ കൊതിച്ച് രണ്ടാളിലേക്ക് നമ്മുടെ ഇബാദത്തുകൾ എത്തിക്കാൻ നോക്കുകയാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ ചെയ്യുന്ന ഇബാദത്തുകൾ നാം അല്ലാഹുവിന് വേണ്ടിയാണെന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മളെ കൽബിൻ്റെ ഉള്ളിൽ അത് ആർക്കോ വേണ്ടി ആവുകയാണ്, മനുഷ്യന്മാർക്ക് വേണ്ടി ആവുകയാണ്, അല്ലാഹുവിന് വേണ്ടി ആകുന്നില്ല. അപ്പോൾ അതേ ഇബാദത്തിൻ്റെ ലസ്സത്ത്, ഇബാദത്തിൻ്റെ ആസ്വാദന, അതേ ആഖിറത്തിൻ്റെ ചിന്ത വേണ്ടത്ര കൽബിലേക്ക് വരണമെങ്കിൽ, ചെയ്യുന്ന ഇബാദത്തിൽ നല്ല നിലക്കുള്ള പ്രതിഫലം കിട്ടണമെങ്കിൽ പൂർണ്ണമായി ചെയ്യുന്ന ഇബാദത്തുകളെല്ലാം അത് അല്ലാഹുവിന് വേണ്ടി ആകണം. അതിൽ ഒരു അംശ പോലും മറ്റൊരാളുടെ ചിന്ത അതിൽ വന്നു പോകരുത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ ഇബാദത്തുകളിൽ അങ്ങനെ വന്നു പോകുന്നുണ്ട്. നാം അറിഞ്ഞോ അറിയാതെയോ അത് വരുന്നുണ്ട്. അത് നാം വളരെ ഗൗരവത്തോടു കൂടെ സൂക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടെ നാം ചിന്തിക്കണം. നമ്മുടെ ഇബാദത്തുകളെല്ലാം, ചെയ്യുന്ന ഇബാദത്തുകളെല്ലാം പൂർണ്ണമായി നമ്മളാൽ കഴിയുന്ന രീതിയിൽ അല്ലാഹുവിന് വേണ്ടി മാത്രം, ആ പൂർണ്ണമായ ഇഖ്ലാസ് എത്രമാത്രം എന്നെക്കൊണ്ട് സാധിക്കുമോ അത്രമാത്രം അതിനു വേണ്ടി അധ്വാനിച്ച് അല്ലാഹുവിന് വേണ്ടി മാത്രം ചിന്തിക്കുന്ന രീതിയിലാകണം നമ്മുടെ ഇബാദത്ത്. അങ്ങനെയാണെങ്കിൽ അതെത്ര ചെറുതാണെങ്കിലും പൂർണ്ണമായി അതിൻ്റെ പ്രതിഫലം കിട്ടും. അതിൻ്റെ ആസ്വാദനങ്ങൾ നാം ആസ്വദിച്ചു തുടങ്ങും. അതേ ആഖിറത്തിൻ്റെ ചിന്തകൾ നമ്മളെ കൽബിലേക്ക്
വരാൻ തുടങ്ങും. അള്ളാഹു ആ നല്ലവരിൽ നമ്മെ പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.